ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ ഐറ്റം മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഒരു മസാല ഇവിടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ചതച്ചെടുത്തതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുപാട് സമയം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു കളർ കിട്ടും. അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ വീതം ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. കുറച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ മസാല വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 2 കിഴങ്ങാണ് ഞാനതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ കനം കുറച്ചിട്ട് തന്നെ ഞാനിതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിഴങ്ങൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കിഴങ്ങ് ഓൾറെഡി പുഴുങ്ങിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് നമ്മുടെ കിഴങ്ങ് നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളതിലെ വെള്ളമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വറ്റിയിട്ട് നമ്മുടെ കിഴങ്ങ് വേവാത്ത ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ അത്യാവശ്യത്തിന് നല്ലപോലെ വറ്റി കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് കുറച്ചധികം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ നല്ലത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മൈദ എടുത്തിട്ടുള്ള ആ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം വെള്ളമാണ് കേട്ടോ ഞാനത് കുഴച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുഴുവൻ വെള്ളം നമുക്ക് ഇതിനായിട്ട് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഓരോരുത്തരെടുക്കുന്ന പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ഹാർഡായിട്ട് പോകരുത്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ബോൾസും പരത്തിയെടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ബാക്കി വരുന്ന മാവൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഹാർഡായിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ മതി. കറക്റ്റായിട്ട് തന്നെ റൗണ്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല. ഞാൻ പരത്തിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പത്തിരി ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് നല്ലപോലെ ഒന്ന് ലൂസാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറഞ്ഞൊരു കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ അതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു ഫില്ലിങ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒരു 1-1.5 ടീസ്പൂൺ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണ്ട, നമുക്കിത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് സെൻട്രലായിട്ട് നമ്മൾ ഒരു മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ അതിന് മുകളിലേക്ക് മടക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് മൈദയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഒരു മൈദപ്പശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് മൈദാഗം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി, അത് ഒട്ടിക്കോളും. ഇനി ഇതിനെ ബാക്കിലേക്ക് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ മൈദാഗം ആക്കി കൊടുത്തിട്ട് അതിനൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ ഒരു രീതിയിലാണ് കേട്ടോ മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷേപ്പിലാണ് നമ്മുടെ പലഹാരം അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുറച്ച് ലൂസായിട്ടാണല്ലോ നമ്മുടെ മൈദ പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അളവിൽ സോസ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പത്തിരിയൊക്കെ അവിടെ അങ്ങനെ പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് അതിന് മുകളിൽ മൈദാഗമ്മ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഒരു ഭാഗം മസാലയുടെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഗമ്മ തേച്ച് കൊടുക്കേണ്ടത്. ശേഷം ആ ഒരു മറ്റേ സൈഡും കൂടെ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് 2 സൈഡിലും കൂടെ ഒന്ന് ഗമ്മാക്കി കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പലഹാരം ഞാൻ ഇതേ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെറും 2 മുട്ട മാത്രമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 12 പലഹാരമാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്, കാരണം നമ്മൾ ഉള്ളിൽ മസാലയൊക്കെ ഓൾറെഡി കുക്കായി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ഇതിനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. അപ്പോൾ അധികം ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കൂടെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് കണ്ട് നോക്കുക. അതുപോലെ തന്നെ ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയുള്ള ഒരുപാട് ഡ്രിങ്കിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിനിടയിൽ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം ഗോൾഡൻ കളറായി വരുന്നത് വരെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി അടുത്തതും സെയിം രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അധികം എണ്ണ കുടിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അത് 2 സൈഡും ഗോൾഡൻ കളറായി വരുമ്പോഴാണ് നമ്മുടെ പലഹാരം കാണാനായിട്ട് കുറച്ചും കൂടെ നല്ല ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാതും എന്താ ഞാൻ ഇതേ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇഫ്താറിന് ഒരു ദിവസമെങ്കിലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതായത് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നും സമോസയും കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ കാണാം.